അടിപൊളി കോമ്പിനേഷനാണ്, വളരെ ഈസിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. ഡീറ്റെയിൽ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. സാമ്പാർ പരിപ്പും ചെറുപയർ പരിപ്പ് നന്നായി കഴുകിയ കുക്കറിലേക്ക് ഇട്ടിട്ട് സവാള, തക്കാളി, വെളുത്തുള്ളി അല്ലി, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത്രയും ചേർത്ത് വേവിക്കാൻ വയ്ക്കാം. പിന്നെ നമുക്ക് ഗോതമ്പ് പൊടിയിലേക്ക് തേങ്ങയും 1 ടീസ്പൂൺ പഞ്ചസാരയും ഉപ്പിട്ട വെള്ളവും കൂടി ഒഴിച്ച ശേഷം കുഴകുഴാന്നുള്ള പരുവത്തിൽ കുഴച്ചെടുക്കണം. എന്നിട്ട് കൈ പച്ചവെള്ളത്തിൽ മുക്കിയ ശേഷം ചൂടായ പാനിലേക്ക് നമുക്ക് ഇതൊന്ന് പരത്തി കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ച് തിരിച്ചും മറിച്ചും ഇട്ട് നമുക്കിത് വേവിച്ചെടുക്കുമ്പോൾ നമ്മളുടെ ഗോതമ്പ് പൊറോട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ സമയം തന്നെ ഇത് പരിപ്പ് വെന്തിട്ടുണ്ട്. ഇതൊന്ന് താളിക്കാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യിലേക്ക് ചെറിയ ജീരകവും കടുകും കൊച്ചുള്ളിയും വെളുത്തുള്ളി അല്ലിയും വറ്റൽമുളക്, കറിവേപ്പില, പിന്നെ കുറച്ച് കായപ്പൊടി ഇത്രയും കൂടി ഒന്ന് മൂപ്പിച്ചിട്ട് ഇത് നമുക്ക് പരിപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് ചോറിനും പറ്റിയൊരു അടിപൊളി കറി തന്നെയാണ്. അപ്പോൾ നമ്മളുടെ ഗോതമ്പ് പൊറോട്ടിയും പരിപ്പ് കറിയും റെഡിയാണ്. ഇഷ്ടപ്പെട്ട ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ.